എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിന് മുമ്പായിട്ട് ഒരു 5 കിലോ നമുക്ക് കുറയ്ക്കണ്ടേ? ഓണത്തിന് അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് നമുക്കൊരു 5 കിലോ ഹെൽത്തി ആയിട്ട് കുറയ്ക്കാം. ഓണത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമുക്ക് എപ്പോഴും എക്കാലത്തും ആവശ്യമാണ്. അപ്പം നമുക്ക് അതിന് ഒരു 1200 കാലറിയുടെ ഒരു ഡയറ്റാണ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 100-200 വരും. ഒരു 50-55 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെയിലി എത്ര പ്രോട്ടീൻ വേണം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ 3 ദിവസങ്ങളിലെ മെനു നമ്മൾ ഓൾറെഡി കണ്ടാണ്. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് സോക്ക്ഡ് നട്ട്സോ റൈസിൻസോ എടുക്കാം. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോൾ റാഗി ദോശ 2, പിന്നെ പനീർ ബുർജി. റാഗി ദോശ 2 അല്ലെങ്കിൽ 3 കേട്ടോ, അതിൽ കൂടുതൽ എടുക്കണ്ട. പനീർ ബുർജി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ റാഗി തന്നെ അല്ലെങ്കിൽ പെസറാട്ടം എന്ന് പറഞ്ഞ ചെറുപയർ ദോശയുണ്ടല്ലോ, അതാണെങ്കിലും മതി. മുട്ട വേണ്ടവർക്ക് അത് മുട്ട ബുർജിയാക്കാം, സോയ ചങ്ക്സ് ബുർജിയാക്കാം, അങ്ങനെ എന്തെങ്കിലും. പിന്നെ മിഡ് മോർണിംഗ് ടൈമിൽ മുൻപത്തെ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് സെർവിങ് എടുക്കുന്നു. ഡെയിലി 100 ഗ്രാം ഫ്രൂട്ട് എടുക്കണമെന്ന് നമ്മൾ ഓൾറെഡി മുൻപ് പറഞ്ഞിരുന്നു. ലഞ്ചിലോട്ട് വരുമ്പോൾ റൈസ് നമ്മുടെ മട്ട അരി ഒരു 6 തൊട്ട് 8 ടേബിൾ സ്പൂൺ വരെ. പിന്നെ ഗ്രിൽഡ് ചിക്കൻ, വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ, വെജിറ്റബിൾ എന്തെങ്കിലും ബോയിൽ ചെയ്തതോ മെഴുക്കുരട്ടി ആക്കിയതോ എടുക്കാവുന്നതാണ്. ഇനി വെജിറ്റേറിയൻസിന് പൾസസ് ആണ്, അല്ലെങ്കിൽ ടോഫു എന്തെങ്കിലും എടുക്കാം. ഈവനിങ് റോസ്റ്റഡ് പീനട്ട്സ് എടുക്കാവുന്നതാണ്, റോസ്റ്റഡ് നട്ട്സ് എടുക്കാവുന്നതാണ്. ഡിന്നറിലോട്ട് വരുമ്പോൾ മഷ്റൂം എഗ് ഓംലെറ്റ്, അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അത് മഷ്റൂം പനീർ ഓംലെറ്റ് ആക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് ഡേ ഓട്സ് പോറിജ്, അത് നമുക്ക് ഓട്സ് 2 ടേബിൾ സ്പൂൺ എടുക്കാം. സ്കിംഡ് മിൽക്ക് 100 ml എടുക്കാം. ഒരു മുട്ട പുഴുങ്ങിയതൊപ്പം കഴിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓട്സിൻ്റെ അകത്ത് ചിയാ സീഡോ ഫ്രൂട്ട്സോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മിഡ് മോർണിംഗ് വരുമ്പോൾ കുക്കുംബർ സ്ലൈസ് ചെയ്തത്, ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം വന്ന് ഫ്രൂട്ട് എടുത്തു. പിന്നെ ലഞ്ചിലോട്ട് വരുമ്പോൾ ചപ്പാത്തിയും സോയ ചങ്ക്സ് കറി, 2 അല്ലെങ്കിൽ 3 ചപ്പാത്തിയും സോയ ചങ്ക്സ് കറി, വെജിറ്റബിളും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഈവനിങ്ങിലോട്ട് വരുമ്പോൾ ഗ്രീക്ക് യോഗോട്ട് ഒരു 40 ഗ്രാംസ് എടുക്കാൻ നോക്കുക. പിന്നെ ഡിന്നറിൽ നമ്മുടെ പനീർ ബുർജി അല്ലെ ടോഫു ബുർജി, ഇത് നമ്മൾ തലേദിവസം ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്, അത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാലും മതി. കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ്. ഇനി 6-ാമത്തെ ദിവസത്തിലോട്ട് വരുമ്പോൾ അവലിൻ്റെ ഉപ്മാവും ചന്നക്കറിയും. അവലിൻ്റെ ഉപ്മാവിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസോ ഇഷ്ടമുള്ള വെജിറ്റബിൾസോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മിഡ് മോർണിംഗ് ടൈമിൽ വരുമ്പോൾ ഫ്രൂട്ട് സെർവിങ്, അത് ഗുവയാണെങ്കിൽ ഗുവ, പൊമഗ്രാനറ്റ്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് സീസണൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ലഞ്ചിലോട്ട് വരുമ്പോൾ മില്ലറ്റ് പുലാവ് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള മില്ലറ്റ് എടുക്കാം. അതും രാവിലത്തെ ചന്നക്കറി തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ സുഖിയൻ അല്ലെങ്കിൽ പരിപ്പ് വട, ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ പലഹാരം ഓക്കെയാണ്, പക്ഷെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ അല്ല. സുഖിയൻ ഓർ പരിപ്പ് വട എടുക്കാം. പിന്നെ ഡിന്നറിലോട്ട് വരുമ്പോൾ ഈ ചന്ന സാലഡാണ് നമ്മൾ എടുക്കുന്നത്. ഡേ 7ലോട്ട് വരുമ്പോൾ നമ്മൾ മഷ്റൂം എഗ് ഓംലെറ്റ് ഓൾറെഡി കണ്ടല്ലോ, അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. മഷ്റൂം എഗ് ഓംലെറ്റ് എടുക്കുന്നു. മിഡ് മോർണിംഗ് ടൈമിൽ എന്തെങ്കിലും ഫ്രൂട്ട്, പപ്പായയോ പേരയ്ക്കയോ നെല്ലിക്കയോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ എടുക്കുന്നു. ഇനി ലഞ്ചിൽ 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ റൈസും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഫിഷ് കറി നമ്മൾ ഈ ആഴ്ച എടുത്തിട്ടില്ല. വെജിറ്റേറിയൻസിന് പനീറോ ടോഫോ സോയ ചങ്ക്സോ ഒക്കെ എടുക്കാവുന്നതാണ്. ഈ ആഴ്ച ചെന്ന കറി മാത്രമേ നമ്മൾ ഒരു ദിവസം എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ പൾസസ്, രാജ്മ, വെജിറ്റേറിയൻസിന് അങ്ങനെ മറ്റ് പൾസസ്, ലെൻറ്റിൽസ്, ദാൽ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ലഞ്ചിന് ചിക്കൻ പറയുന്നതിനൊക്കെ പകരം ദാൽ കറിയും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്താലും മതിയാകും. അപ്പോൾ ഡിന്നർ നമ്മൾ ചിക്കൻ ബിരിയാണി ഈ ആഴ്ച വിചാരിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ രസം വേണ്ടേ. അപ്പോൾ ഒരു റൈസ്, നമ്മൾ ചോറെടുത്ത പോലെ തന്നെ 6 ടേബിൾ സ്പൂൺ റൈസ് എടുക്കുന്നു, ഒരു ചിക്കൻ പീസ് എടുക്കുന്നു, അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ അതിൻ്റെ മസാല എടുക്കുന്നു, പിന്നെ സാലഡ്സ് കൂടുതൽ എടുക്കുന്നു. അപ്പോൾ ഇന്ന് ഡിന്നറിന് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ടും നല്ല നെയ്യിലൊക്കെ ഇട്ട് എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ടും നമ്മൾ ഈവനിങ് സ്നാക്സ് വെറും കുക്കുംബർ മാത്രമാക്കി നിർത്തുന്നു. ഇനി വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് ഈ ആഴ്ച പറഞ്ഞ ഏതെങ്കിലും നട്ട്സ് എടുക്കാം, സീഡ്സ് എടുക്കാം, അവൽ എടുക്കാം, ഏത്തപ്പഴം. പിന്നെ ഇന്നിപ്പോൾ ബിരിയാണി കഴിക്കുന്നുണ്ട്, അത്ര ഹെവി വേണ്ട. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം 400 ഗ്രാംസ് വെജിറ്റബിൾസ്, 100 ഗ്രാം ഫ്രൂട്ട്സ്, 10 ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കുക, വെയിൽ കൊള്ളാൻ നോക്കുക. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക.